വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ, ഈശോയുടെ സാന്നിധ്യത്തെ സ്നേഹിച്ച് ആരാധിക്കുന്ന ആരാധനയിലേക്ക്, ഈശോയുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്ത വചനത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് ഈ സായാഹ്നത്തിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ പറ്റി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി നമ്മൾ രൂപപ്പെടണം. വചനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. 2 കാര്യങ്ങൾ: പ്രയോജനകരമല്ല, എല്ലാം നിയമാനുസൃതമാണ്, ഒന്നും അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നമ്മൾ വളരുവാനായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഇതാണ്: എല്ലാം നമുക്ക് നിയമാനുസൃതമാണ്, എല്ലാ സാധ്യതകളുമുണ്ട്. നന്മയുടെ വഴിയിലൂടെ പോകുവാനും തിന്മയുടെ വഴിയിലൂടെ പോകുവാനും എല്ലാം നമുക്ക് നിയമാനുസൃതമാണ്. നല്ലത് തിരഞ്ഞെടുക്കുവാനും ചീത്തവ തിരഞ്ഞെടുക്കുവാനും നമുക്ക് നിയമാനുസൃതമാണ്. നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ പ്രയോജനകരമായിട്ടുള്ളത് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം. അതായത് എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും മുമ്പിൽ നമ്മൾ ഒരു മാനദണ്ഡം വയ്ക്കണം. ഇത് എനിക്ക് പ്രയോജനകരമാണോ? എന്തിനു വേണ്ടി? സ്വർഗത്തിൽ പോകുവാൻ എനിക്ക് പ്രയോജനകരമാണോ ഞാൻ ഈ തിരഞ്ഞെടുക്കാൻ പോകുന്ന കാര്യം, ഞാൻ ഈ സംസാരിക്കാൻ പോകുന്ന കാര്യം, ഞാൻ കാണുവാൻ പോകുന്ന കാര്യം, ഞാൻ കൂട്ടുകൂടാൻ പോകുന്ന വ്യക്തികൾ, ഞാൻ മേടിക്കുവാൻ പോകുന്ന വസ്തുക്കൾ, ഞാൻ തീരുമാനമെടുത്തിട്ട് ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പോകുന്ന വഴികൾ, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ മനോഭാവങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഇമാജിനേഷനിലൂടെ ഞാൻ കടന്നു പോകുന്ന ചിന്തകൾ, ഞാൻ സ്വപ്നം കാണുന്നവ, ഇതൊക്കെ പ്രയോജനകരമാണോ? എന്തിനു വേണ്ടി? സ്വർഗത്തിൽ പോകുവാൻ പ്രയോജനകരമാണോ എന്ന കാര്യം നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ ഇത് സ്വർഗത്തിൽ പോകുവാൻ പ്രയോജനകരമാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട്, ദൈവത്തിൻ്റെ കൃപയാൽ ചിന്തിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും എടുക്കുവാൻ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് വളർത്തുക. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി എൻ്റെ ശരീരത്തെ വളർത്തുവാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളും ചിന്തിക്കുന്ന ചിന്തകളും ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തികളും സ്വർഗത്തിൽ പോകുവാൻ പ്രയോജനകരമാണോ എന്ന് ചിന്തിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് ദൈവമേ, ആ കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്നുകൊണ്ട് ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ പാദേ
ഈ വചനമാണ് നമ്മൾ ഇന്ന് സ്നേഹിക്കുവാൻ പോകുന്നത്. ഈശോയുടെ ആ അധരങ്ങളോടെ കടന്നു വന്ന ആ വചനത്തെ നമ്മൾ സ്നേഹിക്കാൻ പോവുകയാണ് ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്. ആ വചനം ഇതാണ്, 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. കണ്ണുകളടച്ച് ഈ വചനങ്ങൾ മനസ്സിൽ നമുക്ക് പറയാം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, നാളെ രാവിലെ കണ്ണുകളൊക്കെ തുറന്ന് ദൈവനാമമായി നൽകുന്ന നാളത്തെ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ, വീണ്ടും വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്: ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം. പൗലോസ്ലീഹായുടെ പരിശുദ്ധാത്മാവിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, ഈ ഒരു തീരുമാനം എടുക്കണം. പൗലോസ്ലീഹ ഈ തീരുമാനം എടുത്തു: ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ സമ്മതിക്കുകയില്ല. എല്ലാ സാധ്യതകളും എനിക്കുണ്ട്, പക്ഷേ സ്വർഗത്തിലേക്ക് പോകുവാൻ സഹായിക്കാത്ത, പ്രയോജനകരമല്ലാത്ത ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് നാളത്തെ ദിവസത്തിൽ നമുക്ക് ജീവിക്കാം. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കണ്ണുകൾ അടച്ച് നമ്മുടെ കിടക്കയിൽ കിടന്ന് നമുക്ക് പഠിച്ച് ധ്യാനിച്ച് സ്നേഹിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി നമുക്ക് മാറ്റാം. ഈ വചനം നമുക്ക് നമ്മുടെ സ്വഭാവമാക്കി മാറ്റാം. ഒന്നും സ്വർഗത്തിൽ പോകുവാൻ പ്രയോജനകരമല്ലാത്തവ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഒരു സ്വഭാവം കൃപ തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,